ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അനന്തു എഴുതിയിരിക്കുന്ന ഒരു മെയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അനന്തു. ഞാൻ PG സെക്കൻഡ് ഇയർ പഠിക്കുകയാണ്. എൻ്റെ അനിയൻ, അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറും. ഞാനും അമ്മയും അവനും മാത്രമാണ് വീട്ടിലുള്ളത്. എൻ്റെ അച്ഛൻ ഗൾഫിലാണ് വർഷങ്ങളായി ജോലി ചെയ്യുന്നത്. അമ്മ വീട്ടമ്മയാണ്. അമ്മയ്ക്ക് പുറത്തു പോയി ജോലി ചെയ്യാനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ട് എപ്പോഴും വീട്ടിൽ തന്നെ കാണും. ഞങ്ങൾക്ക് റോഡിനോട് ചേർന്ന് 50 സെന്റ് സ്ഥലമുണ്ട്. അതിൽ 10 സെന്റ് സ്ഥലം ആർക്കെങ്കിലും കൊടുക്കാമെന്ന് വർഷങ്ങൾക്ക് മുമ്പേ അച്ഛൻ പറഞ്ഞതാണ്. വില ഒത്തുവരാത്തത് കൊണ്ട് ആ കച്ചവടം നടന്നില്ല. പക്ഷേ 4 വർഷത്തിന് മുമ്പ് അവിടെ ഒരാൾ വന്ന് ആ സ്ഥലം വാങ്ങിച്ചു. ഞങ്ങൾക്ക് നല്ല ലാഭം കിട്ടുകയും ചെയ്തു. അവിടെ അവർ വീട് പണിയും തുടങ്ങി. ഒരു ചേട്ടനും ചേച്ചിയുമാണ്. അവർക്ക് ചെറിയൊരു ആൺകുട്ടിയുണ്ട്, 5 വയസ്സോളം ഉണ്ട്. പിന്നെ ആ ചേച്ചിയുടെ പേര് സുമി. ഹസ്ബൻഡ് മംഗലാപുരത്താണ് ജോലി ചെയ്യുന്നത്. അദ്ദേഹം മാസത്തിൽ 1-2 വട്ടം വന്നിട്ട് പോകും. അങ്ങനെയാണ് ആ ചേച്ചി പറഞ്ഞത്. ചേച്ചിയും എൻ്റെ അമ്മയെ പോലെയാണ്. ജോലിക്കൊന്നും പോകാൻ താല്പര്യമില്ല. അവിടെ അവർ വീട് വെക്കുകയാണ്. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം എടുത്തു വീട് വെക്കാൻ. ആ സമയത്തൊക്കെ ചേച്ചി വരും, വീടിൻ്റെ മേൽപ്പണികളൊക്കെ നോക്കും. ചേട്ടൻ വല്ലപ്പോഴേ വരികയുള്ളൂ. പിന്നെ ചേച്ചി വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം ഒക്കെ ചില ദിവസങ്ങളിൽ കാണും. അതുകൊണ്ട് ഞങ്ങളുമായിട്ട് ഒരു കുടുംബം പോലെ കൂട്ടായി. ചേച്ചി, ഞാൻ, എൻ്റെ അനിയന്, അമ്മ എല്ലാവരും ഒത്തിരി നേരം ഇരുന്ന് സംസാരിക്കുമായിരുന്നു. സുമി ചേച്ചി കാണാൻ അതീവ സുന്ദരിയാണ്. അവർക്ക് പ്രായം 32 പറഞ്ഞത്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ സമപ്രായക്കാരി പോലെയാണ് സംസാരവും എടുപ്പും നടപ്പും ഒക്കെ. എനിക്കവരുടെ വശ്യത വല്ലാതെ ഇഷ്ടമായിരുന്നു. എങ്കിലും മറ്റൊരു കണ്ണോടുകൂടി അവരെ ഞാൻ കണ്ടിട്ടില്ല. സുന്ദരിയായ ഒരു സ്ത്രീ, അങ്ങനൊരു അട്രാക്ഷൻ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകാമല്ലോ. അങ്ങനെയാണ്. പക്ഷേ അവരുടെ ഭർത്താവിനെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നല്ല മനുഷ്യനാണെന്ന് തോന്നും. എങ്കിലും ഗ്ലാമർ വളരെ കുറവാണ്. പക്ഷേ നല്ല കട്ട ബോഡിയാണ്. സംസാരമൊക്കെ കുറവാണ്. ഒരു സൗമ്യ സ്വഭാവവും ഇത്തിരി ഇൻട്രോവേർട്ടുമാണെന്ന് തോന്നിപ്പോകും. എന്തായാലും അദ്ദേഹത്തെക്കാൾ കൂടുതൽ അടുപ്പം ഞങ്ങൾക്ക് ചേച്ചിയും ഉണ്ടായിരുന്നു. ചേച്ചി ഞങ്ങളുടെ അടുത്തൊന്ന് താമസിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 വർഷമാകാറായി. അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും ഒന്നിച്ച് എപ്പോഴും സമയം ചെലവഴിക്കാൻ ഒരു കുടുംബം പോലെ അങ്ങനെ അവസരം കിട്ടി. ചേച്ചിയെ ഞങ്ങളുടെ വീട്ടിലെ അംഗം പോലെ തന്നെയാണ് അമ്മ കരുതിയിരുന്നത്. ചേച്ചി എന്നെയും അനിയനെയും 2 സുഹൃത്തുക്കളെ പോലെയാണ് കൈകാര്യം ചെയ്തത്. ചേച്ചി പറയും, ഓ, എനിക്കിത്ര പ്രായമായിട്ടും കോളേജിലാടാ എൻ്റെ മനസ്സ്. നിങ്ങളെ ഞാൻ അനിയന്മാരായിട്ട് കണ്ടു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. നമുക്ക് കുശിപ്പും കുന്നായ്മകളും മറ്റ് പല കാര്യങ്ങളും പറയാൻ പറ്റില്ല. നിങ്ങളുടെ പ്രേമവും ലൈനും ഒക്കെ എനിക്കും അറിയണ്ടേ. അതുകൊണ്ട് എന്നെ സുഹൃത്തായി കണ്ടാൽ മതി എന്ന് പറയും. പിന്നെ എന്താവശ്യത്തിനും ഒന്നുകിൽ ചേച്ചി എന്നെ വിളിക്കും, അല്ലെങ്കിൽ അനിയനെ വിളിക്കും. അമ്മയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കില്ല. സർവ്വസാന്ദ്രമാണ്. അവള് വിളിച്ചു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടെ പോയിക്കോണം എന്നായിരിക്കും അമ്മ പറയുക. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ചേച്ചിയുടെ അടുത്ത് എത്രയും സാന്ദ്രമാണെന്ന് ഞാൻ മാഡത്തോട് പറയേണ്ട കാര്യമില്ലല്ലോ. പുറത്ത് എവിടേക്ക് പോകാൻ ഇറങ്ങിയാലും ചേച്ചി ഒരുങ്ങി മാത്രമേ ഇറങ്ങുകയുള്ളൂ. അതുമാത്രമല്ല, നല്ല തിളങ്ങുന്ന അല്ലെങ്കിൽ കളറൊക്കെ കൂടിയ നല്ല വിചിത്രമായ ഡ്രസ്സുകളാണ് ചേച്ചിക്കുള്ളത്. അത് ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകും. അതുമാത്രമല്ല, ഒരു പ്രത്യേകതരം അത്തറിൻ്റെ മണവും അവർക്കുണ്ട്. ചേട്ടൻ മംഗലാപുരത്ത് നിന്ന് കൊണ്ടുവരുന്നതാണെന്നാണ് ചേച്ചി പറയുന്നത്. ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് അത് ഏത് അത്തറാണെന്ന്. പക്ഷെ ചേച്ചി പറഞ്ഞു തന്നിട്ടില്ല. അങ്ങനെ അവർക്ക് വശ്യമായൊരു ഗന്ധവുമുണ്ട്. പുറത്തു പോകുമ്പോൾ ആരാണോ ഫ്രീ അവരെയായിരിക്കും കൊണ്ടുപോകുക. ഒന്നുകിൽ ഞാൻ, അല്ലെങ്കിൽ എൻ്റെ അനിയൻ. ഞങ്ങൾ 2 പേരും ഫ്രീ ആണെങ്കിൽ എന്നെയായിരിക്കും കൂടുതൽ വിളിക്കുക. അപ്പോൾ അനിയനും വരില്ല, ചേട്ടൻ പോകാൻ പറയും. അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടി ചേച്ചിയുടെ കൂടെ പോകില്ല. ചേച്ചി പറയും, ഒരാൾ മതി. 2 പേരുടെയും വായാട്ടമൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. നമ്മൾ 3 പേരും കൂടെ പുറത്തു പോയാലേ ഭയങ്കര ഒച്ചപ്പാടും ബഹളവുമായിരിക്കും. അത് വേണ്ടാന്ന് പറയും. അത് ഞങ്ങളും അങ്ങനെ തന്നെ അനുസരിച്ച് പോന്നു. പിന്നെ ചേച്ചി ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് വലിയൊരു ഷോപ്പിൽ പോയി. പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്തൊരു ഷോപ്പാണ്. കൂടുതലും ഇന്നറിൻ്റെ ഷോപ്പാണേ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചി പോയി വാങ്ങിച്ചോണ്ട് വാ, ഞാനിവിടെ നിൽക്കാമെന്ന്. അപ്പം എന്നോട് പറഞ്ഞു, എടാ അകത്തേക്ക് വാ, നോക്ക്, ഇത് പുരുഷന്മാർക്കുള്ള സെഷനുമുണ്ട്, സ്ത്രീകൾക്കുള്ള സെഷനുമുണ്ട്. അല്ലാതെ നീ ഇങ്ങനെ പുറത്തെ ഡിസ്പ്ലേ കണ്ടുകൊണ്ട് സ്ത്രീകൾക്ക് മാത്രം ഉള്ളതാണെന്ന് വിചാരിക്കണ്ട. നീ എൻ്റെ കൂടെ നിൽക്കും. ഇപ്പോൾ അത്യാധുനിക കാലഘട്ടമല്ലേ, ഇതിലൊന്നും നാണപ്പെടേണ്ട കാര്യമില്ല. ഒത്തിരി സാധനങ്ങളുണ്ടെടാ. പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും വ്യത്യസ്തമായ പല സംഗതികളും വന്നിട്ടുണ്ട്.
നീയും ഇതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഉടനെ കല്യാണം കഴിക്കേണ്ടതല്ലേ? ഒന്ന് പോ ചേച്ചി, ഞാൻ കൊച്ചു പയ്യനാ, ഇപ്പോഴേ കല്യാണം കഴിക്കില്ല. ഇപ്പോഴേ കല്യാണം കഴിച്ചില്ലെങ്കിലും 5-6 വർഷത്തിനുള്ളിൽ കല്യാണം കഴിക്കണ്ടേ? നോക്കി വെച്ചേക്ക് വാന്ന് പറഞ്ഞ് ചേച്ചി അവിടെ പോയിട്ട് പുതിയ പുതിയ ഇന്നേഴ്സൊക്കെ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെയുള്ള മോഡലുകളെല്ലാം അവർ കാണിച്ചു കൊടുക്കുന്നത് എനിക്ക് കാണിച്ചു തന്നു. കണ്ടോ കണ്ടോ, നീ കണ്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ചമ്മലോടുകൂടി ഇല്ലാന്ന് പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്. എവിടെങ്കിലും കയറിക്കഴിഞ്ഞാൽ അവിടെ എന്ത് കാര്യമാണേലും നമ്മളെല്ലാം നോക്കണം, നോക്കി അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു. ചേച്ചി കുറേ എണ്ണം എടുത്തു. അത് കഴിഞ്ഞ ശേഷം ആണുങ്ങളുടെ സെഷനിലേക്ക് പോയി. എന്താ ചേട്ടൻ എടുക്കുന്നുണ്ടോ? ആ ചേട്ടനും എടുക്കണം. പിന്നെ നിൻ്റെ സൈസ് എത്രയാ? എനിക്ക് വേണ്ട ചേച്ചി. എടാ വേണം, ഇവിടെ ദേ നോക്കിക്ക് നല്ല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ചേച്ചി എനിക്ക് 4 എണ്ണം എടുത്തു. ഞാൻ പറഞ്ഞു വേണ്ട ചേച്ചി, ഇതൊക്കെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് കരുതും? അമ്മ അറിയണ്ട, നീ വാങ്ങിക്കുന്നതിൻ്റെ എണ്ണമൊക്കെ നോക്കി നടക്കുകയാണോ അമ്മ? അല്ല, അമ്മയാണ് എനിക്ക് സ്ഥിരമായിട്ട് വാങ്ങിക്കാറുള്ളത്. അയ്യേ, ആ പ്രായമൊക്കെ കഴിഞ്ഞു പോയി. അവനവൻ്റെ കാര്യങ്ങൾ അവനവൻ തന്നെ വാങ്ങിക്കണം. അപ്പം ഞാൻ എൻ്റെ കാര്യം വാങ്ങിച്ചോളാം. ചേച്ചി എനിക്ക് വാങ്ങിച്ചു തരണ്ട, ഒന്ന് പോടാം. ഇതെൻ്റെ ഗിഫ്റ്റായിട്ട് കരുതിയാൽ മതി. ചേച്ചി ഇവിടെ വേറെ എന്തെല്ലാം ഷോപ്പുകളുണ്ട്, വല്ല ജീൻസോ ഷർട്ടോ വല്ലോ എനിക്ക് വാങ്ങിച്ചു തന്നാൽ പോരെ? ഓ അത് തൽക്കാലമില്ല, നമ്മൾ കയറിയ ഷോപ്പിൽ എന്താ ഉള്ളത് അതാണ് നിനക്ക് ഗിഫ്റ്റ്. അപ്പോൾ ചേട്ടന് മേടിക്കുന്നില്ലേ? ഓ ചേട്ടന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ അതെന്താ, പുള്ളി യൂസ് ചെയ്യാറില്ലേന്നും. ഒന്ന് പോടാ എന്ന് പറഞ്ഞ് ചേച്ചി തമാശയിൽ ഇറങ്ങിപ്പോന്നു. ചേട്ടന് വാങ്ങിച്ചില്ല. ഇങ്ങോട്ട് വന്നപ്പോൾ കാറ് ഞാനാണ് ഓടിച്ചത്. അപ്പോൾ ഞാൻ ചോദിച്ചു ചേട്ടൻ എന്താ വാങ്ങിക്കാതിരുന്നത്? ചേച്ചി എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു, ഓ എടാ, ഞാൻ നിന്നോട് ഒത്തിരി കാലമായിട്ട് പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. കാര്യം എൻ്റെ ഭർത്താവ് വരുമ്പോൾ വളരെ സന്തോഷവതിയായിട്ട് ഞാൻ അഭിനയിക്കുകയാണ് മോനെ. സ്ത്രീകളുടെ ജീവിതം ഇങ്ങനെയാണ്. ഒരാളെ കല്യാണം കഴിച്ച് ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വട്ടത്തിന് ചുറ്റും നിന്ന് വെറുതെ എങ്ങനെ തിരിയണം? ആൾക്കാരെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒരു കുറ്റിയിൽ കെട്ടിയിട്ട് പശുവിനെ പോലെ വെറുതെ കിടന്ന് ചുറ്റും. ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ആ ഇതൊന്നും നിനക്ക് മനസ്സിലാകില്ല, മനസ്സിലാകുന്ന പ്രായമല്ലല്ലോ. ഒരു കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകുമായിരിക്കാം. ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമൊക്കെ ഈ അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഞാൻ ചോദിച്ചു ചേച്ചി എന്നാൽ എന്നോട് പറ, ഇത്രയും പറഞ്ഞതല്ലേ? എടാ, ഞാൻ എൻ്റെ ഭർത്താവിനെ കല്യാണം കഴിച്ചത് വീട്ടുകാർ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ എൻ്റെ മനസ്സിൽ വേറെ രൂപമുള്ള ഒരാണായിരുന്നു. പക്ഷേ വീട്ടുകാരെ പറഞ്ഞത് കേട്ട് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചു. ചേച്ചി ഇതിനെ സമ്മതിച്ചത് അതങ്ങനെയാണ്. സ്ത്രീകൾ വീട്ടുകാർ പറഞ്ഞതാണ് കൂടുതൽ അനുസരിക്കുക. അത് കഴിഞ്ഞതിൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടായിട്ടില്ല. എന്താ ചേച്ചി പറഞ്ഞത്? ചേട്ടനും ചേച്ചിയും കൂടെ എപ്പോഴും ചിരിക്കുകയും തമാശ പറയുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. ഞങ്ങളോട് മിണ്ടില്ലെങ്കിലും ചേട്ടൻ ചേച്ചിയോട് നന്നായി മിണ്ടുവല്ലോ. പിന്നെ നല്ല ജോലിയുണ്ട്, സാലറിയുണ്ട്, നല്ല വീടൊക്കെ ഉണ്ട്. ഇപ്പോൾ എന്ത് വേണം ചേച്ചി? അപ്പോൾ ചേച്ചി പറഞ്ഞു, ആ ഇതാണ് കുഴപ്പം. പുറമെ നിന്ന് നോക്കുമ്പോൾ എല്ലാം കൊള്ളാമെന്ന് എല്ലാവർക്കും തോന്നും, അകത്ത് ഇരിക്കുന്നവർക്കല്ലേ കാര്യങ്ങൾ മനസ്സിലാകൂ. ചേച്ചി വളച്ചു കിട്ടാതെ ശരിക്കൊന്ന് പറ, എന്താ പ്രശ്നമെന്ന്. മോനെ, ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ ഒരു പുരുഷന് അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുമ്പോൾ ഉണ്ടാവേണ്ട പല ഘടകങ്ങളുമുണ്ട്. അത് നിനക്കറിയാമോ എന്നറിയില്ല, എനിക്കറിയാം. ഞാനും ഇതൊക്കെ അറിയാവുന്ന പ്രായത്തിലാണ്. എങ്കിൽ ഞാൻ നിന്നോട് പറഞ്ഞത്, ഞങ്ങൾ തമ്മിൽ അങ്ങനൊരു കെമിസ്ട്രി ഇല്ല. സൂത്രവാക്യങ്ങൾ ചേരാത്ത 2 പേരാണ്. അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞാൻ കുറച്ച് സമയത്തേക്ക് ഒന്ന് സഹകരണ മനോഭാവം പ്രകടിപ്പിക്കുന്നു, അത്രയേ ഉള്ളൂ. അതും വളരെ കുറച്ച് സമയം മതി. നിനക്ക് കാര്യങ്ങൾ മനസ്സിലായില്ലേ? അതാണ് എൻ്റെ ജീവിതം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുലി പോലെ പായുന്ന ഒരു പുരുഷനെയാണ് മനസ്സിൽ സങ്കല്പിച്ചത്. പക്ഷേ എനിക്ക് കിട്ടിയത് ഒരു ചുണ്ടലെയും. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാളായിട്ടും സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ഞാനത് ആരോടും പറഞ്ഞിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നിന്നോട് പറഞ്ഞത്. അതും ഞാനങ്ങനെ അധികം ആണുങ്ങളുമായിട്ടൊന്നും സഹകരിക്കുന്ന കൂട്ടത്തിലല്ല. ഇവിടെ വന്നപ്പോഴാണ് നിങ്ങൾ 2 പേരും എൻ്റെ സുഹൃത്ത് വലയത്തിലായത്. ഞാൻ പിന്നിപ്പോൾ ആണ് പെണ്ണ് എന്നൊന്നും നോക്കുന്നില്ല. എൻ്റെ പഴയ കൂട്ടുകാരികളോടൊക്കെ ആയിരുന്നെങ്കിൽ എനിക്കെന്ത് പറയാമായിരുന്നു. അവരൊക്കെ അങ്ങ് ദൂരെയാണ്. മൊബൈലിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ലല്ലോ. ഇപ്പോൾ നീ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് നിന്നെ ഞാൻ എൻ്റെ സുഹൃത്തായി സങ്കല്പിച്ചിട്ട് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞതാണ്. ഇതിപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റാവുന്ന കാര്യമല്ല. എങ്കിൽ കൂടിയും ഞാൻ നിന്നോടങ്ങ് പറഞ്ഞ് ഒരാശ്വാസം കൊള്ളുകയാണ്. നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി ചേച്ചി, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. ചേച്ചിക്ക് വേണമെങ്കിൽ ഈ ദാമ്പത്യത്തിൽ നിന്ന്
പിന്മാറാമല്ലോ. ശരിയാ മോനെ, അങ്ങനെ ചെയ്യാം. പക്ഷെ ഒരു കുട്ടിയായി പോയില്ലേ? വീട്ടുകാർക്കും നാട്ടുകാർക്കുമൊക്കെ ഞങ്ങൾ മാതൃകാ ദമ്പതികളുമാണ്. ഇനി ഞാൻ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമായിട്ടേ വരികയുള്ളൂ. സ്ത്രീകൾക്കാണല്ലോ കുറ്റം എന്ന് പറഞ്ഞ് ചേച്ചി ഏങ്ങലടിച്ചു. ചേച്ചി, ഇത്രയ്ക്കൊക്കെ കരയാൻ മാത്രമുള്ള പ്രശ്നങ്ങൾ ചേച്ചിയുടെ ജീവിതത്തിലുണ്ടോ? അപ്പോൾ ചേച്ചി എൻ്റെ കൈത്തണ്ടയിൽ അമർത്തിക്കൊണ്ട് പറഞ്ഞു, നിനക്കറിയില്ല, സ്ത്രീകളുടെ ഉള്ളിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ, അതിൻ്റെ പൊട്ടലും ചീറ്റിലും അറിയണമെങ്കിൽ നീ ഒരു സ്ത്രീയെ സ്നേഹിക്കണം, അവളെ അടുത്തറിയണം. മനച്ചേർച്ചയുള്ള, സ്വരച്ചേർച്ചയുള്ള, മറ്റു പലതിനും ചേർച്ചയുള്ളൊരു ബന്ധമുണ്ടെങ്കിൽ മാത്രമേ മോനെ അതൊക്കെ മനസ്സിലാകൂ. അത് നിനക്കിനി മനസ്സിലാകാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഏകദേശം കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. ഇനിയിപ്പം സഹിച്ച് ജീവിച്ചു പോയല്ലേ പറ്റൂ ചേച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അതാണ് ഞാൻ ചെയ്യുന്നത്. പിന്നിടയ്ക്ക് ഞാൻ ഇതുപോലെ പറഞ്ഞത് എൻ്റെ ഒരു ആശ്വാസത്തിനാണ് എന്ന് പറഞ്ഞ് ചേച്ചി ഓടിച്ചുകൊണ്ടിരുന്ന എൻ്റെ മുട്ടിന് മേലെ കൈവച്ചിട്ട് ഒന്ന് അമർത്തി. അത് ചേച്ചി ദുഃഖം കടിച്ചമർത്തിയതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ചേച്ചി എന്നോട് ചോദിച്ചു, നീ അത് ഇട്ട് നോക്കിയോ, എങ്ങനെയുണ്ട്, കംഫർട്ടബിൾ ആണോ, ഈ ടൈപ്പാണോ നീ ഉപയോഗിക്കുന്നത്? ഞാൻ പറഞ്ഞു, കൊള്ളാം ചേച്ചി, നല്ല സൂപ്പർ മെറ്റീരിയലാണ്, കണ്ടോ എൻ്റെ ഗിഫ്റ്റ് നിനക്കൊത്തിരി ഗുണം ചെയ്തില്ലേ, ഇപ്പോൾ നിനക്ക് ഒരു വല്ലാത്ത സുഖമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞങ്ങനെ വല്ലാത്ത സുഖമൊന്നുമില്ല, കംഫർട്ടുണ്ട്. ആ കംഫർട്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സുഖമെന്നല്ലേടാ ചെക്ക എന്ന് പറഞ്ഞ് ചേച്ചി എന്നെ ഒന്ന് തോണ്ടി. എൻ്റെ ഭർത്താവിനോ ഇത് വാങ്ങിക്കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതെന്താ ചേച്ചി? ചേച്ചി എന്തിൻ്റെ രഹസ്യം പറഞ്ഞില്ലല്ലോ. അപ്പോൾ ചേച്ചി പിന്നെ എന്നെ നുള്ളിക്കൊണ്ട് പറഞ്ഞു, ചത്ത കിളിക്ക് എന്തിനാടാ കൂട്? അത് കേട്ടപ്പോൾ എനിക്ക് കാര്യങ്ങൾ പിടികിട്ടി. ചേച്ചിയുടെ ജീവിതം ഇത്രയും രസകരമല്ലെന്ന് എനിക്കറിയില്ലായിരുന്നു. അവർ തമ്മിൽ ഇണപ്രാവുകളെ പോലെയാണ് പെരുമാറുന്നതെന്ന് എൻ്റെ അമ്മ കൂടി പറഞ്ഞിട്ടുണ്ട്. നമ്മളറിവില്ലെങ്കിൽ ഇല്ലടാ, അവർ രണ്ടുപേരും കൂടെ ഭയങ്കര കളിയും ചിരിയും തമാശയൊക്കെയാണ് എന്ന് അമ്മ പോലും പറഞ്ഞിട്ടുണ്ട്. കാര്യം ചേട്ടൻ്റെ സ്വഭാവം അങ്ങനെ പെട്ടെന്ന് മിണ്ടുന്ന ടൈപ്പ് അല്ലല്ലോ, അതുകൊണ്ട്. പക്ഷേ ചേച്ചി ഇപ്പോൾ പറയുന്നത് കിളി ചത്തുപോയി എന്നാണ്. അപ്പോൾ പിന്നെ എന്താണ് ചേച്ചിയുടെ അവസ്ഥ എന്ന് രാത്രികളിൽ ചേച്ചി ദുഃഖിക്കുന്നുണ്ടാകും എന്ന് ഞാൻ ഓർത്തു. ചേച്ചിയുടെ ഇങ്ങനെയുള്ള സംസാരങ്ങൾ എൻ്റെ മനസ്സിൽ ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാക്കി. പക്ഷേ ഞാൻ അതിർത്തികൾ ലംഘിക്കാതിരിക്കാൻ, എൻ്റെ ഭാഗത്തുനിന്നും ഒന്നും തുടക്കം കുറിക്കാതിരിക്കാൻ ഒത്തിരി കൺട്രോളായിരുന്നു നിന്നിരുന്നത്. പക്ഷെ ചേച്ചി പലപ്പോഴും ഈ വിഷയങ്ങളെക്കുറിച്ച് മാത്രമാണ് സംസാരിച്ചത്. ഒരു പ്രാവശ്യം ചേച്ചി എന്നോട് തുറന്നു ചോദിച്ചു, ഇത്രയും കഥകൾ കേട്ടിട്ട് നിനക്കെന്നെ ശരിക്കും ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് തോന്നുന്നില്ലേ എന്ന്. ഞാൻ ചോദിച്ചു, അല്ല എന്താ ചേച്ചി ഉദ്ദേശിക്കുന്നത്? ഞാൻ ചേച്ചിയോട് പറയില്ലേ, സാരമില്ല, ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ധൈര്യം ചേച്ചിക്ക് കിട്ടട്ടെ എന്ന്. അതല്ലടാ, യഥാർത്ഥത്തിൽ നിനക്ക് പ്രായപൂർത്തി ആയില്ലേ? നീ PG സെക്കൻഡ് ഇയർ തന്നെയാണോ പഠിക്കുന്നത് എന്ന് ചോദിച്ചു. എന്താ ചേച്ചി അങ്ങനെ ചോദിക്കുന്നത്? എടാ പൊട്ടാ, എന്നെ ആശ്വസിപ്പിക്കാൻ നിന്നെക്കൊണ്ട് പറ്റില്ലേ? എനിക്ക് ആശ്വാസം വേണ്ടിയിട്ടല്ലേ നിന്നോട് ഞാൻ പറഞ്ഞത്. ലോകത്തിൽ ഒരാണിനോട് പറയാതെ നിന്നോട് പറഞ്ഞത് എന്തിനാണ് നടപ്പൊട്ട വിചാരിച്ചത്? ഇതുവരെ നിനക്കൊന്നും മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ അടുത്തേക്ക് ചേർന്ന് നിന്നിട്ട് എന്നോട് പറഞ്ഞു, എന്തായാലും എനിക്ക് വേണ്ടത് ഞാൻ സ്വന്തമാക്കും. കാര്യം ഇനിയിപ്പം നിന്നോട് കൂടുതലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് വയ്യ. കാര്യം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്യൊരു പുരുഷനോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. നീ ഒരു അന്യപുരുഷനാണെങ്കിലും ഇപ്പോൾ എൻ്റെ സ്വന്തം പുരുഷനെ പോലെയുള്ളൂ. അതുകൊണ്ട് ഞാൻ തദ്ദേശവാസിയായി പ്രദേശത്ത് നുഴഞ്ഞു കയറുകയാണ്. ആ പ്രദേശം മുഴുവനും എനിക്ക് സ്വന്തമാണ്, ഞാൻ കൈയടക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ചേച്ചി സ്വന്തമാക്കാൻ തുനിഞ്ഞപ്പോൾ എനിക്ക് ഒന്നും മറുപടി പറയാനുണ്ടായിരുന്നില്ല. പ്രദേശങ്ങൾ ഒന്നായി കൈയടക്കിയ ശേഷം ചേച്ചി അത്ഭുതപ്പെട്ടു. ദൈവമേ, ഞാൻ വെറുതെ ഊഹിച്ചതാണ്. ആനമലയുടെ അടിവാരത്തിലാണല്ലോ ഞാൻ ചെന്ന് പറ്റിയത്. അതുകൊണ്ട് മോനെ, നീ എനിക്ക് ഒരു ഭാഗ്യമാണ്. എൻ്റെ ജീവിതത്തിൽ എന്താണോ മിസ് ചെയ്തത് അത് ഞാൻ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പിന്നെ ചേച്ചിക്ക്
കണ്ണും കാലും ഒന്നും ഓടുന്നില്ലായിരുന്നു. ഒരു ഭ്രാന്തിയെ പോലെയാണ് ചേച്ചി പെരുമാറിയത്. ആദ്യമായി ഇങ്ങനെ ഒരാളുടെ പെരുമാറ്റം കണ്ടപ്പോൾ ഞാനും ആ മാസ്മരിക വലയത്തിൽ അകപ്പെട്ടു പോയി. ചേച്ചി എന്നോട് പറഞ്ഞു, എൻ്റെ കൺട്രോൾ പോയിരിക്കുകയാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇതൊക്കെ ആലോചിച്ചും കണ്ടു മാത്രമേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ. ഒരു കാര്യം ചെയ്യ്, രാത്രി ചില ദിവസങ്ങളിൽ ഞാൻ നിനക്ക് സിഗ്നൽ തരാം. അപ്പോൾ നീ വീട്ടിലേക്ക് വന്നാൽ മതി. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് 12 മണിക്ക് വരില്ലേ മോനെ? ആനമല എനിക്ക് കയറണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അറിയാതെ യാന്ത്രികമായി തലയാട്ടി. വരാം ചേച്ചി, ഞാൻ വരാം, എവിടെ വേണമെങ്കിലും വരാം, 12 മണിക്കോ 1 മണിക്കോ എന്നതായിരുന്നു എൻ്റെ തലയാട്ടിൻ്റെ അർത്ഥം. ഇനി എല്ലാം ഞാൻ പറഞ്ഞതുപോലെ എന്ന് ചേച്ചി പറഞ്ഞപ്പോഴും ഞാൻ തലയാട്ടി. ചേച്ചി 2 ദിവസം കഴിഞ്ഞ് ഇന്ന് ശുഭമുഹൂർത്തമാണ്, 12 മണി കഴിഞ്ഞ് ഞാൻ മെസ്സേജ് ഇടാം, കാത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ കാത്തിരുന്നു. 11 മണിയായപ്പോൾ ചേച്ചി ഒരു മെസ്സേജ് അയച്ചു. നീ കുളിച്ചില്ലേന്ന്? ഞാൻ പറഞ്ഞു, ഞാൻ 6 മണിക്ക് കുളിച്ചതാ, പോരാ, ഇപ്പോൾ ഒന്ന് കുളിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു എക്സ്ട്രാ കെയർ വേണം എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. ചില ഭാഗങ്ങളിലെ എക്സ്ട്രാ കെയറാണ് ചേച്ചി ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും ചേച്ചിക്ക് വേണ്ടി എല്ലാ എക്സ്ട്രാ കെയറുകളും എടുത്തുകൊണ്ടാണ് ഞാൻ പോയത്. അടുത്ത് ചെന്നപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഒരു ദേവനാണ് എൻ്റെ കുട്ടൻ, എൻ്റെ ചക്കര. വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. എനിക്ക് ഇന്നാണ് ശാപവിമോചനം കിട്ടിയത്. ആനമല ഇന്ന് ഞാൻ ഇടിച്ചു നിരത്തും എന്ന് ചേച്ചി പറഞ്ഞു. പിന്നീട് ഒരു ഭ്രാന്തിയെ പോലെയായിരുന്നു ചേച്ചിയുടെ ചില പ്രകടനങ്ങൾ. അതെനിക്ക് ഒത്തിരി ആശ്വാസവും സന്തോഷവും ആവേശവും നൽകി. കാര്യം, നമ്മളെ ഒരാൾ ഭ്രാന്തമായി പ്രണയിക്കുമ്പോൾ ആരാണ് മാഡം ഇഷ്ടപ്പെടാതിരിക്കുക? അവർ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞതൊക്കെ നീ അനുസരിക്കണം, ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ നീ പ്രവർത്തിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, ചേച്ചി പറഞ്ഞതുപോലെ തന്നെ അവർ പല കാര്യങ്ങളും പരീക്ഷിക്കാൻ വിമുഖത കാണിച്ചില്ല. എനിക്ക് അതിലൊക്കെ ഉണ്ടായിരുന്ന മടി അവരാണ് മാറ്റിത്തന്നത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ എനിക്കുണ്ടായിരുന്ന ചില പരാജയങ്ങൾ അവർ എന്നെ ആശ്വസിപ്പിച്ച് മാറ്റിയെടുത്തു. അതൊന്നും സാരമില്ല, തുടക്കത്തിൽ എല്ലാം എങ്ങനെയായിരിക്കും. എന്തായാലും ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ എത്രയോ മികച്ചവനാണ് നീ. എനിക്ക് കിട്ടിയ ഒരു സൗഭാഗ്യമാടാ കുട്ടാ നീ. നമ്മൾ ഇനി കാലാകാലം ഇങ്ങനെ ജീവിക്കും എന്ന് പറയും. അവരുടെ ആവേശം ചില സമയത്ത് അതിര് കടക്കും. എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ള തോന്നൽ പോലും ഉണ്ടാക്കും. എങ്കിൽ പോലും അത് ആഹ്ലാദകരമായ ഒരവസ്ഥയായതുകൊണ്ട് എനിക്കതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി. പക്ഷേ അവർക്ക് എന്നോട് ഭ്രാന്തമായുള്ള പ്രണയം അതെന്നെ ഒത്തിരി മോഹിപ്പിച്ചിരുന്നു. പിന്നെയും അവരടുത്തേക്ക് ചെല്ലാൻ പ്രേരിപ്പിച്ചിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ബന്ധം സുഗമമായി പോവുകയാണ്. ഒരു പ്രശ്നവും ഞങ്ങൾക്കിടയിലില്ല. എല്ലാം അവർ നന്നായി മാനേജ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ അടുത്തും എൻ്റെ അനിയൻ്റെ അടുത്തും എല്ലാം പഴയതുപോലെ തന്നെ. ഒന്നും ആരും അറിയാതെ ആ ചേട്ടൻ വരുമ്പോൾ അവർ സന്തോഷത്തോടു കൂടി ആ ജീവിതം വളരെ മനോഹരമായി മാനേജ് ചെയ്യുന്ന ഒരു നിപുണയായിരുന്നു അവർ. ഏകദേശം 1 മാസത്തിന് മുമ്പാണ്. അന്ന് കഠിനമായ മഴയാണ്. 24 മണിക്കൂറും മഴ പെയ്യുകയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. അനിയന് ഒരു ഉച്ചയായപ്പോഴില്ലേ മാഡം, അനിയന് ചെറിയൊരു പനി. അപ്പോൾ അമ്മ പറഞ്ഞു, ഇനിയിപ്പം മഴയത്ത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, ഒരു പാരസെറ്റമോളോ മറ്റോ കൊടുത്തു നോക്കാം. നീ ആണെങ്കിൽ അവളുടെ വീട്ടിൽ പോയി പാരസെറ്റമോൾ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവിടെ നോക്കിയിട്ട് കണ്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുടയും എടുത്തുകൊണ്ട് കനത്ത മഴയത്ത് അപ്പുറത്തേക്ക് പോയി, ചേച്ചിയുടെ വീട്ടിൽ. ചേച്ചിയുടെ ഹസ്ബൻഡ് കഴിഞ്ഞ ദിവസം വന്നിരുന്നു, അവിടെ കാണും. ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കോളിംഗ് ബെല്ലടിച്ചു. പക്ഷേ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കറണ്ട് ഇല്ലെന്ന്. കതകിൽ ഒന്ന് തട്ടി ഞാൻ വിളിച്ചു, പക്ഷെ ഭയങ്കര മഴയാണ്. കതകിൽ തട്ടിയപ്പോഴേ കതക് അങ്ങ് തുറന്നു. 2 പേരും അകത്തുണ്ട്. എന്തായാലും ഞാൻ അകത്തേക്ക് കാൽ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു ശബ്ദം കേട്ടു. അപ്പോൾ എനിക്ക് തോന്നി 2 പേരും അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്യുകയാണെന്നും. അപ്പോൾ അടുക്കളയിലൊക്കെ ചെന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വിളിക്കാതെ അങ്ങോട്ട് ചെന്നു മാഡം. പക്ഷേ അടുക്കളയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചേട്ടന് പറഞ്ഞത് വ്യക്തമായിട്ട് കേട്ടു. എടി, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആരെങ്കിലും കാണും, നമുക്ക് റൂമിൽ പോകാം. വേണ്ടാന്ന് പറഞ്ഞില്ലേ? എനിക്ക് ഇതാണ് ഇഷ്ടം. ഞാൻ പറഞ്ഞത് കേട്ടോണം. ഇങ്ങനെ തുടർച്ചയായ ശബ്ദവും
ശബ്ദവും സംസാരവും കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് കാര്യം ഏകദേശം പിടികിട്ടി. ഭാര്യയും ഭർത്താവും തമ്മിൽ അവിടെ പാചകമല്ല, നല്ല വാചകങ്ങളാണെന്ന് മനസ്സിലായി. ഞാൻ പതുക്കെ അവിടെ ചെന്ന് കർട്ടനൊന്ന് മാറ്റി എത്തി നോക്കി. എന്നെ കാണുന്നില്ല. കാര്യം രണ്ടുപേരും എനിക്ക് പുറംതിരിഞ്ഞാണല്ലോ നിൽക്കുന്നത്. പക്ഷേ ഒരു കാഴ്ച കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ചേച്ചി പലവിധ പരീക്ഷണങ്ങൾക്കും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെയും ഭർത്താവിന് ഒരു പരീക്ഷണം കൊടുക്കുകയാണ്. പക്ഷേ എനിക്കതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതമുണ്ടായത് അവർ പറഞ്ഞതുപോലെ അവരുടെ ഭർത്താവിന് ഒരു പ്രശ്നവുമില്ല. അയാളാണെങ്കിൽ ആനമലയുമല്ല, എവറസ്റ്റുമല്ല, അതിലും മികച്ച ഫീച്ചേഴ്സുള്ള ഒരു മനുഷ്യനാണ്. എന്നിട്ട് അയാൾക്ക് യാതൊരു കുഴപ്പം എനിക്ക് കാണാനും പറ്റിയിട്ടില്ല. ഒരു കഥന ഇറക്കി ചേച്ചി എന്തിനാണ് എന്നോട് ഇങ്ങനെ പറഞ്ഞത്? സ്വന്തം ദാമ്പത്യം ഒട്ടും നല്ലതല്ലെന്ന്. അത് ഒരിക്കലും ശരിയല്ല. കാര്യം ചേച്ചി പറയുന്നത് പോലെ അതിനേക്കാൾ കൂടുതൽ മികച്ച ലെവലിൽ പ്രവർത്തിക്കാൻ മാത്രം അദ്ദേഹത്തിന് കഴിവുള്ള അസാധ്യമായൊരു മനുഷ്യനാണ്. കാണാൻ ലുക്കില്ലെങ്കിലും പ്രവൃത്തി മണ്ഡലത്തിൽ അദ്ദേഹം മികച്ചവനാണെന്ന് എനിക്ക് മനസ്സിലായി. ചേച്ചി എന്നോടടുക്കാൻ വേണ്ടിയിട്ട് കള്ളക്കഥകൾ മെനഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ എങ്കിലും ചേച്ചിയോട് എനിക്ക് വിരോധം തോന്നിയില്ല. അവർക്ക് എന്നോടുള്ള ഇഷ്ടം മൂലമാണല്ലോ അവർ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇവർ അടങ്ങാത്ത സർവ്വ അടവും പഠിച്ച ഒരു കൊച്ചു കള്ളിയാണെന്ന് എനിക്ക് മനസ്സിലായി. അവർക്ക് എല്ലായിടത്തു നിന്നും പരിചരണങ്ങളും പരിലാളനങ്ങളും വേണം. അതിന് അവർ എന്ത് വേണമെങ്കിലും ഏതറ്റത്ത് വരെ പോകുന്നു എനിക്ക് മനസ്സിലായി. ഞാനത് മനസ്സിൽ വെച്ചു. അമ്മയോട് അവിടെ പാരസെറ്റമോൾ ഇല്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും അമ്മ എൻ്റെ അനിയനുമായിട്ട് ഭയങ്കര വഴക്കും പ്രശ്നങ്ങളും. കാര്യം അമ്മ രാത്രി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം എൻ്റെ അനിയൻ മതിൽ ചാടി ചേച്ചിയുടെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞായിരുന്നു അവിടെ പ്രശ്നം. അത് കേട്ട് ഞാൻ ഞെട്ടിപ്പോയി. അമ്മ പറഞ്ഞു, എന്ത് തോന്നിയാസാണ് അവൻ കാണിക്കുന്നത്? അവള് വിളിച്ചിട്ടാണ് ഇവൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. ആഴ്ചയിൽ ഏതോ പ്രത്യേക ദിവസങ്ങളിൽ ഇവനെ അവൾ വിളിക്കുമത്രേ. വാട്സാപ്പിൽ നിറയെ 2 പേരുടെയും ചാറ്റാണ്. ഇന്ന് അവളോട് ചോദിച്ചിട്ടുള്ള ബാക്കി കാര്യം പറഞ്ഞിട്ട് അമ്മ പോയി. ചേച്ചിയുമായിട്ട് മുട്ടൻ വഴക്ക് കൊടുക്കും. എനിക്കതിൽ ഒന്നും പറയാനില്ലായിരുന്നു. ഞാൻ ആകെ ഷോക്കായിരിക്കുകയായിരുന്നു. ഇവരുടെ പഞ്ചസാര വർത്തമാനവും മറ്റു കാര്യങ്ങളുമൊക്കെ അവരുടെ കാര്യസാധനത്തിന് വേണ്ടി മാത്രമാണ്. സ്നേഹമൊന്നുമല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഞാൻ, അനിയൻ, അങ്ങനെ എത്ര എണ്ണമുണ്ടെന്ന് ആർക്കറിയാം മാഡം. എനിക്ക് ഒരു പിടി കിട്ടിയില്ല. ഒന്നും സംസാരിക്കാനാവാതെ ഞാൻ അവിടെ ഇരുന്നു. ഇടയ്ക്ക് ചേച്ചിക്ക് ഞാൻ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, അതൊക്കെ അങ്ങനെയാണ്. കാര്യങ്ങൾ നടക്കണമെങ്കിൽ മനുഷ്യർ പല രീതിയിലും പെരുമാറണം, എങ്കിലേ നടക്കൂ. നിൻ്റെ കാര്യങ്ങളൊക്കെ ആണല്ലോ. ഇപ്പോൾ നിൻ്റെ അനിയനായാലും എന്താ കുഴപ്പം എന്ന് പറയുകയാണ് മാഡം. ചുരുക്കം പറഞ്ഞാൽ ആ വഴക്ക് അടുത്തുള്ളവർ അറിഞ്ഞു. ഇപ്പോൾ അമ്മയും ചേച്ചിയും തമ്മിൽ മിണ്ടില്ല. ആ ചേട്ടൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ കാലുമാറി. ആദ്യം എൻ്റെ അനിയനെയാണ് കുറ്റം പറഞ്ഞത്. അനിയൻ ചേച്ചിയുടെ പുറകെ നടക്കുകയാണത്രേ. അങ്ങനെ രാത്രി മതിൽ ചാടിയതാണ്. അവരൊന്നും അറിഞ്ഞില്ലെന്ന് വാട്സാപ്പിലെ മെസ്സേജുകളൊക്കെ അമ്മ കാണിച്ചു കൊടുത്തപ്പോഴേക്കും ചേച്ചി പറയുകയാണ്, അത് സൗഹൃദപരമായിട്ട് അവനെ ഉപദേശിച്ച് ചാറ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. എന്നിട്ട് നീയാണല്ലോടി എൻ്റെ ചെറുക്കനെ ഒരു പ്രത്യേക ദിവസം വിളിപ്പിച്ചത് എന്ന് അമ്മ പറഞ്ഞപ്പോൾ അവർ പറയുകയാണ്, എൻ്റെ അനിയൻ എല്ലാം കൃത്രിമമായിട്ട് സൃഷ്ടിച്ചതാണെന്ന്. നാട്ടുകാരും അടുത്തുള്ളവരും കുറച്ച് പേർ അറിഞ്ഞു. അപ്പോൾ അവർ പറയുകയാണ്, അനിയനും ചേട്ടനും എൻ്റെ പുറകെയാണ്. 2 പേരും എന്നെ ശല്യപ്പെടുത്തുകയാണ്. ഞാൻ വീഴാതെ പിടിച്ച് നിൽക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അവരെ പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർ എന്നെ ബ്ലോക്കാക്കിയിരുന്നു മാഡം. ഇപ്പോൾ ആരും ആരോടും മിണ്ടില്ല. അവർ എനിക്ക് മുഖം തരാറില്ല. അവരിപ്പോൾ മതിലൊക്കെ ഉയർത്തിക്കെട്ടി ഞങ്ങളിൽ നിന്ന് മറയാനുള്ള ശ്രമത്തിലാണ്. എൻ്റെ കാര്യം ശരിക്കും അമ്മയ്ക്ക് അറിയില്ല. ഞാൻ അവരോട് സഹകരിച്ചതുകൊണ്ട് അവരെന്നെ ആരോപിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവരെന്നെ അധികം ഒന്നും ഒറ്റിക്കൊടുത്തില്ല. പക്ഷേ എൻ്റെ അനിയനും ഞാനിപ്പോൾ പുറത്തറിയപ്പെടുന്നത് അവരെ ശല്യം ചെയ്യാൻ പോയ ആൺകുട്ടികൾ എന്നുള്ള നിലയ്ക്കാണ്. എന്തായാലും അവർക്ക് നല്ലൊരു ഇമേജായി. എനിക്കും എൻ്റെ അനിയനും ഇമേജ് പോവുകയും ചെയ്തു. അമ്മയാണെങ്കിൽ ഞങ്ങളെ ഇപ്പോൾ സംശയത്തോടു കൂടിയാണ് വീക്ഷിക്കുന്നത്. അച്ഛൻ ഒത്തിരി വഴക്കം പറഞ്ഞു. ആകെ കൂടി ടെൻഷനിലാണ് മാഡം. എന്ത് ചെയ്യണമെന്ന് അറിയുകയില്ല. എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ മറന്നേക്കുക.
നാണക്കേടൊക്കെ പതുക്കെ അങ്ങൊഴിഞ്ഞു പോകും. ഇനി ഇത്തരം കാര്യങ്ങൾക്ക് ശ്രമിക്കാതിരിക്കുക. കാര്യം എവിടെയെങ്കിലും എന്തെങ്കിലും ഫ്രീ, അല്ലെങ്കിൽ വാതിൽ തുറന്നിട്ടിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് കിഴിവ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഓണക്കാലത്ത് ആളുകൾ ഓടിപ്പോകുന്ന പോലെ നമ്മൾ ബന്ധങ്ങളിലേക്ക് ഓടിപ്പോകരുത്. അതൊക്കെ മനുഷ്യർ ഏത് രീതിയിലാണ് മാനേജ് ചെയ്യുന്നത് നമുക്ക് പറയാനേ പറ്റുകയില്ല. അവർ ഇപ്പോൾ അവരുടെ ഇഷ്ടത്തിനൊക്കെ വളച്ചൊടിച്ച് കാര്യങ്ങൾ അവരിലേക്ക് അടുപ്പിച്ചു. പക്ഷെ ഒരു കാര്യം വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ രക്ഷപ്പെട്ടു, നിങ്ങൾ നാണക്കേടിലുമായി. അപ്പോൾ ഇതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ്. ഇതൊരു അനുഭവ കഥയാണ്, അതേപോലെ തന്നെ ഇതൊരു ഗുണപാഠ കഥയുമാണ്. എല്ലാവർക്കും നമ്മളൊന്നും കണ്ടിട്ട് പെട്ടെന്ന് എടുത്ത് ഒന്നിലും ചാടരുത്. എന്തായാലും എനിക്ക് പറയാനുള്ളത്, ഇതൊക്കെ എന്തായാലും പേരുദോഷങ്ങൾ പതിയെ മാഞ്ഞു പോവുകയുള്ളൂ. നടന്നുപോയ കാര്യമല്ലേ, എന്തായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോയില്ലല്ലോ. തൽക്കാലം മൗനം പാലിക്കുക. ആൾക്കാർ പതുക്കെ ഇതൊക്കെ മറക്കും. പിന്നെ അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച എന്നുള്ള രീതി ചാടി പോകരുത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പം അക്കരേന്ന് കടിയും കിട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ഒക്കെ ബന്ധങ്ങളെ സമീപിക്കാനേ പറയാൻ പറ്റുള്ളൂ. അനാവശ്യമായ ആവേശം കൊണ്ട് നടക്കുന്ന ചെറിയ പയ്യന്മാർക്ക് ഈ ഒരു കഥ ഒരു പാഠമാകട്ടെ.